ചെയ്യാത്ത കുറ്റങ്ങൾ എനിക്കെതിരെ പറയുമ്പോൾ, ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ എനിക്കെതിരെ ചുമത്തുമ്പോൾ, ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഒരമ്മ ഒരു കുഞ്ഞിനെ മാറോട് അണയ്ക്കുന്നത് പോലെ അതിനപ്പുറമായി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് സ്വർഗം നിങ്ങളെ നിറയ്ക്കുവാനിടയാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ ഞാൻ വരച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉള്ളം കരങ്ങളിൽ അവൻ നിങ്ങളെ വരച്ചിരിക്കുന്നു, അവൻ നിങ്ങളെ വഹിച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞാലും, ഈ ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഒരിക്കലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയുന്നില്ല. ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒറ്റപ്പെട്ട് നിന്ന് കരയുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുകയാണ്. റിജക്ഷൻ്റെ പെയിൻ ഭയങ്കരമാണ്. റിജക്ഷനുകൾ അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്, പെറ്റ അമ്മ മറന്നാലും ഭവനാന്തരീക്ഷത്തിൽ, ഇപ്പോൾ ആയിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിത്വത്തോട്, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് വ്യക്തിപരമായി ആക്ഷേപത്തിൻ്റെ കൂരമ്പുകൾ ഏറ്റുകൊണ്ട് ഹൃദയം തകർന്നിരിക്കുന്ന ആ വ്യക്തിത്വത്തോട് കർത്താവ് പറയുന്നു, പെറ്റ അമ്മ നിന്നെ മറന്നാലും കർത്താവ് നിന്നെ വെറുക്കുന്നില്ല. നിന്നെ വെറുത്തവരുടെ നടുവിൽ യേശു നിന്നെ സ്നേഹിക്കുന്നു.